നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി വിലയിരുത്താൻ ചേർന്ന CPIM ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായി വിജയനും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശൈലി ജനങ്ങൾ തള്ളിക്കളഞ്ഞെന്നും പാർട്ടി സ്വയം തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കുമെന്നുമുള്ള കടുത്ത മുന്നറിയിപ്പാണ്. കണ്ണൂർ, കൊല്ലം, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികൾ. നമസ്കാരം. ഇലക്ഷന്റെ റിസൾട്ട് വന്നു. കേരളം ഒന്നടങ്ങെ തോറ്റുപോയി എന്ന് മനസ്സിലായി. പുതിയ സർക്കാരും കയറി. അവരുടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു, അവരുടെ ഭരണം തുടങ്ങിക്കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെയും സഹാക്കൾ എന്തുകൊണ്ടാണ് ഇലക്ഷൻ ഇത്രയും ദാരുണമായി തോറ്റത് എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോഴും കാരണം തേടി നടക്കുകയാണ് പലരായിട്ട്. അതായത് ഈ താഴെ തട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ, പ്രവർത്തകർ, ധാർഷ്ട്യമുള്ള ആൾക്കാരല്ല, താഴെ തട്ടിലുള്ള പ്രവർത്തകർ രൂക്ഷമായിട്ട് പലരെയും വിമർശിക്കുന്നു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് ആർക്കും ഇതുവരെയും കൃത്യമായിട്ട് കാരണം എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല. കാരണം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ കുഞ്ഞുങ്ങൾക്കും, എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചു വരെ പറഞ്ഞു തരും എന്താണ് കാരണം എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഭരണവിരുദ്ധ ഇത് തന്നെയാണ്. ഭരണം അങ്ങ് സഹി കെട്ടു ജനങ്ങൾക്ക്. നിങ്ങൾ ഭരിച്ച് അത്രയ്ക്ക് അങ്ങ് ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ആ സഹി കെട്ട് ഒരു പുതിയ മാറ്റം ആഗ്രഹിച്ചിട്ടാണ് ജനങ്ങൾ പ്രധാനമായിട്ടും മാറ്റി കുത്തിയത്. അപ്പൊ ഈ ഭരണവിരുദ്ധ നിലപാടിന് കാരണം ആരാണ്? ജനങ്ങൾക്ക് ഇത്രയും ഭരണം സഹി കെട്ടതിന് കാരണം ആരാണ്? നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ തന്നെ. മെയിൻ റീസൺ, ഒന്നാമതായിട്ട് രാജാവ് തന്നെയാണ് കാരണം. ഞാനാണ് കേരളത്തിന്റെ രാജാവ്, ഞാൻ പറയുന്നിടത്തായിരിക്കണം കേരളത്തിലെ ജനങ്ങൾ ശബ്ദിക്കേണ്ടത്, കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിലൂടെ ആകണം എന്ന ധാർഷ്ട്യത്തോടു കൂടിയിട്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന രാജാവ് തന്നെയാണ് മെയിൻ കാര്യം. പിന്നെ രാജാവിന് മാത്രമല്ല കേട്ടോ, താഴെ തട്ടിലുള്ള അണികൾക്ക് വരെ ധാർഷ്ട്യമായിരുന്നു. പുച്ഛം, അഹങ്കാരം, ജനങ്ങളോടുള്ള ധാർഷ്ട്യം എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയത്. എന്തിനധികം പറയുന്നു, പാർട്ടിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവിന്റെ അഹങ്കാരം നിങ്ങൾ കണ്ടതാണല്ലോ. ചേസ് ചെയ്ത് പോയിട്ടാണ് ബസ് വരെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നത്. KSRTC ബസ് തടഞ്ഞു നിർത്തുന്നു, ചേസ് ചെയ്യുന്നു. പ്രായം കുറഞ്ഞ നേതാവും, അതായത് കുഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം, പ്രായം കുറഞ്ഞ നേതാവിന്റെ ഭർത്താവും കൂടി കാട്ടിക്കൂട്ടിയത് എന്തുവാണ്? പ്രായം കുറഞ്ഞ നേതാവിന്റെ ഭരണം അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അപ്പൊ തന്നെ ജനങ്ങൾ അടുത്ത ഇലക്ഷൻ വന്നപ്പോഴേ പ്രായം കുറഞ്ഞ നേതാവിനെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു. എന്നിട്ട് അവിടെ BJP പിടിച്ചു. അപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല. എന്നിട്ട് നിങ്ങൾ അതേ അഹങ്കാരം തന്നെ തുടർന്നു പോയി. ഇപ്പൊ പ്രായം കുറഞ്ഞ നേതാവ് വീട്ടിലിരിക്കുവാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. ഈ ആരോഗ്യമന്ത്രി കാട്ടിക്കൂട്ടിയത് എന്തുവാണ്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആരോഗ്യ മേഖല നേരിട്ടത്. അതിന് മുമ്പുണ്ടായിരുന്ന ആരോഗ്യമന്ത്രി നല്ല രീതിയിലായിരുന്നു ഭരണം കാഴ്ചവെച്ചത്. എനിക്ക് അവരെ വിമർശിക്കാനൊന്നും തോന്നിയില്ല. പക്ഷെ രണ്ടാമതും അവര് ആരോഗ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി സീനിയോറിറ്റി കൂടി പോകും. അപ്പൊ പല നേതാക്കന്മാരുടെ മുമ്പിൽ വന്നാലോ എന്നുള്ള പേടി കൊണ്ട് അവരെ അങ്ങ് ഒതുക്കി. അതും കേരളത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായതാണ്. എന്നിട്ട് ഒരു പരിചയ സമ്പത്തും ഇല്ലാത്ത ഒരു മന്ത്രിയെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കി. എന്നിട്ട് ആരോഗ്യ മേഖല കുളം തോണ്ടി വെച്ചു. ഇനിയുള്ള മന്ത്രിക്ക് കുറെ കഷ്ടപ്പെടേണ്ടി വരും. അത്രയ്ക്ക് പ്രശ്നങ്ങളാണ്. ഇതുവരെയും ആരോഗ്യ മേഖലയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ആ 5 വർഷം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ ചികിത്സാ പിഴവ്, ആശുപത്രിക്ക് പ്രശ്നം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആരോഗ്യ മേഖല നേരിട്ടത്. ഇതിനൊക്കെ ആരുത്തരം പറയും? നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. ജനങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ജനങ്ങളുടെ വാ മൂടിക്കെട്ടി. നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമെങ്കിലും നിങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നാണം കെട്ട് പരാജയപ്പെടേണ്ടി വരത്തില്ലായിരുന്നു. പാർട്ടി സെക്രട്ടറിയും കണക്കായിരുന്നു, മന്ത്രിയും കണക്കായിരുന്നു, കൂടെ ഉണ്ടായിരുന്ന മന്ത്രിമാരും കണക്കായിരുന്നു. പിന്നെ 1-2 ആൾക്കാർ ധാർഷ്ട്യം കുറച്ച് പെരുമാറി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ എണ്ണവും കണക്കായിരുന്നു. എന്തിനധികം പറയുന്നത്, താഴെ തട്ടിലുള്ള അണികൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. 10 വർഷം കൊണ്ട് ഇവരാണ് നാട് ഭരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ അടിച്ചമർത്തി, മറ്റുള്ളവർക്ക് സമരം ചെയ്യാൻ പറ്റത്തില്ല, മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വാ തുറക്കാൻ പറ്റത്തില്ല. അപ്പത്തേന് ഗുണ്ടകളെ പോലെ അങ്ങ് പെരുമാറുകയായിരുന്നില്ലേ ഇവരുടെ അണികൾ. അപ്പൊ പിന്നെ കേരളത്തിലുള്ള ജനങ്ങൾ എന്ത് ചെയ്യും? മാറ്റി ചിന്തിക്കും. എല്ലാം പോട്ടെ. ചില സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് ഉള്ളവർ പറയും 10 വർഷം കൊണ്ട് കേരളത്തിൽ ഇല്ലാത്ത ദുരന്തമൊന്നും ഇല്ലായിരുന്നുള്ളൂ. സംഭവം സത്യമാണ്. 10 വർഷം കൊണ്ട് കേരളം നേരിടാത്ത ദുരിതങ്ങളൊന്നുമില്ല. എനിക്കൊന്നൊരു കഴിഞ്ഞ ഒരു 50-60 വർഷം കൊണ്ട് കേരളം നേരിട്ടിട്ടുള്ള അത്രയും ദുരന്തങ്ങൾ 10 വർഷം കൊണ്ട് കേരളം നേരിട്ടു. 10 വർഷം കൊണ്ട് കേരളം ഫേസ് ചെയ്തു. എന്നാൽ ഈ ദുരന്ത നിവാരണം എന്നതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചോ? അതും കാണിച്ചില്ല. ഒരു ഫണ്ട് അങ്ങ് ക്രിയേറ്റ് ചെയ്തു, CM റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ആ ഫണ്ടിനകത്ത് വരുന്നതെല്ലാം കൂടി CM-ഉം CM-ന്റെ മക്കളും മരുമക്കളും പാർട്ടിയിലുള്ള മറ്റുള്ളവരും പിരിച്ചെടുത്തു.
വയനാട് ദുരിതാശ്വാസം നമ്മൾ കണ്ടതാണ്, ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. എന്നിട്ട് ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് പിരിച്ചെടുത്ത 800 കോടി രൂപ ഇങ്ങനെ ഷൂന്ന് പറഞ്ഞുകൊണ്ട് റോക്കറ്റ് പോലെ മേലോട്ട് പോയി. എവിടെ പോയി? എന്തായാലും ഇപ്പൊ വയനാട് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആ പരിപാടിയിൽ എന്തായാലും 800 കോടി രൂപയെ പോയിട്ട് ഒരു 100 കോടി രൂപ പോലും ചെലവായിട്ടില്ല. അപ്പൊ ബാക്കി കോടികൾ എവിടെ പോയി? കോടികൾ എവിടെ പോയി? അതാണ് അറിയേണ്ടത്. അങ്ങനെ ജനങ്ങളെ മൊത്തത്തിൽ കട്ടുമുടിച്ച്, ജനങ്ങളെ മൊത്തത്തിൽ അവതാളത്തിലാക്കി, ദുരിതത്തിലാഴ്ത്തി, പ്രശ്നത്തിലാഴ്ത്തി, ജനങ്ങൾക്ക് തന്നെ അങ്ങ് വല്ലാത്തൊരു സ്ട്രെസ്സായിരുന്നു. ഓരോ വ്യക്തികൾക്ക് സ്ട്രെസ്സായിരുന്നു. എനിക്കൊന്ന് പൊളിറ്റിക്സിനെ പറ്റിയിട്ട് ചിന്തിക്കാത്ത, പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് ഇല്ലാത്ത, അതായത് നിരീക്ഷണം നടത്താത്ത ആൾക്കാർ പോലും പലതും കണ്ട് നിരീക്ഷിക്കാൻ തുടങ്ങി. ആൾക്കാർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി. കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ്, ഭരണമാറ്റമേ ഇനി നിവർത്തിയുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തി. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ 3 താമര വിരിഞ്ഞത്. ഇതിനു മുമ്പ് സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ആ ഒരു കാരണം കൊണ്ടാണ്. ആര് വന്നാലും സാരമില്ല, ഇവരിനിയും വേണ്ട, ഇവരെ ഇറക്കി വിടണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. പിന്നെ ഇപ്പോഴും അതേ വ്യക്തിയെ തന്നെ പ്രതിപക്ഷ നേതാവാക്കിയതിൽ വളരെ സന്തോഷം. മുൻ മുഖ്യമന്ത്രിയുടെ വീടിന് കാവലിൽ നിന്നിരുന്ന പോലീസുകാരുടെ ദുരിതം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. കട്ടപ്പുറത്തായ ജീപ്പിന്റെ മണ്ടയ്ക്കായിരുന്നു അവർ ഇത്രയും നാളും കാവലിൽ നിന്നുകൊണ്ടിരുന്നത്. 10 വർഷം കൊണ്ട് 8 പോലീസുകാർ ദുരിതം അനുഭവിക്കുമായിരുന്നു. ആരെങ്കിലും അറിഞ്ഞായിരുന്നോ ഈ വാർത്ത? ഇല്ല. ഇപ്പോഴാണ് ആ വാർത്ത പുറത്തു വന്നത്. അങ്ങനെ എന്തൊക്കെ മറച്ചു വെച്ച, പൂഴ്ത്തി വെച്ച വാർത്തകളും നാണംകെട്ട പരിപാടികളും ഒക്കെ നടന്നു കാണും. അപ്പൊ പിന്നെ ജനങ്ങൾ മാറി ചിന്തിക്കത്തില്ലേ? ഇതാണ് കാരണം. ഈ കാരണം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെയും ഒന്നൊന്ന് ഇങ്ങനെ പൂത്തു വരാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതോടുകൂടിയിട്ട് നിങ്ങളുടെ കാലം അവസാനിക്കും. കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ല. ഇതൊക്കെ ഒരുപാട് കണ്ട് ശീലിച്ച ആൾക്കാർ തന്നെയാണ് ജനങ്ങള്. ഈ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫിന്റെ പേരില്, അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ പുറകെ പോകുന്ന ആൾക്കാരല്ല ജനങ്ങള്. എന്തിനധികം പറയുന്നു? വേറെ ഒന്നും നോക്കണ്ടേ, ഇവരുടെ പാർട്ടിയിൽപ്പെട്ടുള്ള അണികൾ തന്നെ വോട്ട് മാറ്റി കുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുമാത്രം അസഹിഷ്ണുതയാണ് ഇവര് സമൂഹത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവർക്ക് പോലും ദുരിതമായിരുന്നു, അവർക്ക് പോലും ബുദ്ധിമുട്ടായിരുന്നു. ഇവരുടെ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാര് വോട്ട് മാറ്റി കുത്തിയിട്ടുണ്ട്, അത് 100% ഉറപ്പാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും പരാജയം ഇവർക്ക് ഉണ്ടാവത്തില്ലായിരുന്നു. ഒരു അത്യാവശ്യം ഒരു ഭൂരിപക്ഷമെങ്കിലും ഇവർക്ക് പിടിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇപ്പൊ അതുപോലെ സാധിച്ചില്ല. അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ, ഇവരുടെ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെ വോട്ട് മാറ്റിക്കുത്തി. 5 വർഷം മുമ്പ് ഇവരെ ജയിപ്പിച്ചു വിട്ട അതേ ജനങ്ങൾ തന്നെയാണ് ഇവരെ തോൽപ്പിച്ചു വിട്ടത്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന കുറെ മുന്തിയ ധാർഷ്ട്യം പിടിച്ച ആൾക്കാർ. ഇപ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന വ്യക്തി ഭയങ്കരമായിട്ട് ചിരിക്കുന്നു, എല്ലാവരോടും സന്തോഷത്തോടു കൂടിയിട്ട് പെരുമാറുന്നു, എല്ലാവർക്കും കൈ കൊടുക്കുന്നു, സൗഹൃദപൂർവ്വം എല്ലാവരെയും വരവേൽക്കുന്നു ഒക്കെ കാണുന്നുണ്ടല്ലോ. ഇപ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിച്ചത്. ഇതിനു മുമ്പോ എന്തുവായിരുന്നു? മാധ്യമങ്ങൾക്ക് വാ തുറക്കാൻ പറ്റത്തില്ല, മാധ്യമങ്ങളെ വെളിയിലേക്ക് അടിച്ചിറക്കുന്നു, ജനങ്ങൾക്ക് വാ തുറക്കാൻ പറ്റത്തില്ല, ജനങ്ങൾക്ക് ഒരു കാര്യത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ജനങ്ങൾക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പ്രതികരണശേഷി ഇല്ലാതെ വാ മൂടിക്കെട്ടി ഒരു മൂലയ്ക്ക് ഇരുന്നോണം. ഇവരെന്ത് കാണിച്ചു കഴിഞ്ഞാലും, എന്ത് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാലും, എന്ത് വൃത്തികെട്ട സ്വഭാവമാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. ഏറ്റവും ഒടുവിൽ ആരോഗ്യമന്ത്രി നടത്തിയ പ്രകടനം നിങ്ങൾ കണ്ടാണല്ലോ. മുൻ ആരോഗ്യമന്ത്രി നടത്തിയ പ്രകടനം, പ്രതികരിക്കാൻ ചെന്ന ആൾക്കാരുടെ മുമ്പിൽ ഉടനെ അഭിനയമാണ്. അപ്പൊ ഈ അഭിനയിക്കാൻ അറിയാവുന്നവരൊക്കെ ആ ഒരു ഫീൽഡിലേക്ക് പോകണം, അല്ലാതെ മന്ത്രിയായിട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. അഭിനയമാണ് വശമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് പോകണമായിരുന്നു. ജേർണലിസ്റ്റ് ആണല്ലോ, അപ്പൊ ആ ജേർണലിസം എന്ന് പറയുന്ന ഫീൽഡിലേക്ക് പോകണമായിരുന്നു. അല്ലാതെ ആരോഗ്യ മേഖലയിൽ വന്നിരുന്ന് മുഴുവനായിട്ട് ആരോഗ്യ മേഖല തകിടം മറിക്കുന്ന രീതിയിലേക്ക് ആവരുതായിരുന്നു. ഏറ്റവും കൂടുതൽ ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്ന ഒരു മന്ത്രി ആരോഗ്യമന്ത്രിയാണെന്ന് ഞാൻ പറയും. സത്യമായിട്ടും അത് തന്നെയാണ് സംഭവിച്ചത്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായപ്പോൾ പ്രതിഷേധക്കാരെ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴുത്തെ ബെൽറ്റ് ഇട്ട് കിടന്ന നാടകം, അത് കള്ളത്തരമാണെന്നുള്ളത് ഓരോ കുഞ്ഞിനും മനസ്സിലായതാണല്ലോ. എന്നിട്ട് ബെൽറ്റ് പെട്ടെന്ന് അങ്ങ് ഊരി വെച്ചു. കഴുത്തൊക്കെ ഉളുക്കി, കഴുത്തൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുനാൾ ആ ബെൽറ്റ് ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് വിവരമില്ലാത്തവരൊന്നുമല്ല ആൾക്കാർ. എല്ലാ കാര്യത്തെ പറ്റിയിട്ടും നോളേജ് ഉണ്ട്. മെഡിക്കൽ നോളേജ് ആയിക്കോട്ടെ, ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്ര നാള് ആ അസുഖമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ അറിയാവുന്നവർ തന്നെയാണ് ആൾക്കാർ. ഈ കഴുത്ത്, അതായത് സംഭവം നടന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിക്ക് കഴുത്ത് വെട്ടിയത്. കഴുത്ത് വെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ കഴുത്ത് വെട്ടു, അപ്പൊ തന്നെ നമുക്ക് വേദന അറിയാൻ വേണ്ടി സാധിക്കും. അതായത് കുറച്ച് കഴിഞ്ഞല്ല വേദന അറിയുന്നത്.
എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യാൻ വേണ്ടി കുറെ മന്ത്രിമാരും അവിടേക്ക് പോകുന്നു, സന്ദർശിക്കാൻ പോകുന്നു. ഇലക്ഷന് മുമ്പ് തന്നെ ഈ നാടകം കളിച്ചപ്പോഴേ നിങ്ങൾ ആലോചിക്കണമായിരുന്നു ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന്. ഇപ്പോഴും ഇവരുടെ ചിന്താഗതി ജനങ്ങൾ പൊട്ടന്മാരാണെന്ന് തന്നെയാണ്. ഇപ്പോഴും എന്താണ് തെറ്റ് ചെയ്തതെന്നുള്ളത് ഇതുവരെ ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് മനസ്സിലാകാത്തടത്തോളം കാലം ഇങ്ങനെ പോകേണ്ടി വരും. സത്യത്തില് പ്രതിപക്ഷ നേതൃസ്ഥാനം വേറെ ആർക്കെങ്കിലും കൊടുക്കണമായിരുന്നു, പുതിയൊരാൾക്ക് അവസരം കൊടുക്കണമായിരുന്നു. അതുമില്ല. പുതുതായിട്ട് വരുന്നവർക്ക് ആർക്കും അവസരം കൊടുക്കത്തില്ല. പഴയ ആൾക്കാർ തന്നെ ഇങ്ങനെ മാറിയും തിരിഞ്ഞും അങ്ങ് ഭരിക്കുകയാണ്.